തിരുവനന്തപുരത്ത് നടന്ന കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി വേദിയിലെത്തിയ കണ്ണുകെട്ടി കോൽക്കളി ഓർമ്മയുണ്ടോ? അത് വേദിയിലെത്തിച്ച കോഴിക്കോട് വടകര സ്വദേശി മുഹമ്മദ് റബീൻ മാഷ് ഇത്തവണയും വിദ്യാർത്ഥികളുമായി കലോത്സവ വേദിക്ക് മുന്നിലുണ്ടാകും. കൂടെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള മിടുക്കന്മാരുടെ സംഘം. സ്കൂൾ കലോത്സവത്തിലെ കോൽക്കളി നടക്കുന്ന വേദികൾക്ക് മുന്നിൽ ഒഴിഞ്ഞ കസേരകൾ ഉണ്ടാവാറില്ല. ചടുലമായ ചുവടുകൾ കൊണ്ട് കാണികളെ ഹരം കൊള്ളിക്കുന്ന കോൽക്കളിക്ക് ആരാധകർ ഏറെയാണ്. തൃശൂരിൽ നടക്കുന്ന 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ 3 ജില്ലകളിൽ നിന്നുള്ള ടീമുകളുമായാണ് വടകര സ്വദേശി മുഹമ്മദ് റബീൻ വണ്ടി കയറുന്നത്. കാസർഗോഡ് നിന്നുള്ള MPS GVHSS ബെള്ളിക്കോത്ത്, കണ്ണൂരിൽ നിന്ന് ചിറക്കര GVHSS, കോഴിക്കോട്ടെ SVAHS നടുവത്തൂർ എന്നിങ്ങനെ കരുത്തരായ 3 ടീമുകൾ. കുറുവങ്ങാട് അൽമുബാറക് കളരി സംഘത്തിന്റെ കീഴിലാണ് റബീൻ മാഷ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. കലോത്സവത്തിൽ ഞാൻ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിട്ട് പോയത് ഇപ്പോൾ 15ാമത്തെ വർഷമാണ്. അതായത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് 12 ശരീരവും ഒരു മനസ്സും, അതായത് ഒരാൾ ചിന്തിക്കുന്നത് പോലെ 12 ആൾ ചിന്തിച്ചാൽ മാത്രമേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പാട്ട് പാടുന്നത്, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് താളം പറയുന്നത്, അതിൽ നിന്നാണ് കോലും മുട്ടി കളിക്കുന്നത്. അപ്പോൾ 12 ആൾ ഒരേപോലെ ഒരേ ഒരു ഏകീകരണത്തിലേക്ക് വരുന്നതിനാണ് ഒരു കോൽക്കളി പൂർണ്ണമാകുന്നത്. കഠിനമായ പരിശീലനം വേണം, ഇടയ്ക്ക് കുഞ്ഞു പരിക്കുകൾ, വേദനകൾ. എന്നാൽ ഇതൊക്കെ വേദിയിലെത്തുമ്പോൾ മറക്കുമെന്ന് കുട്ടികൾ പറയുന്നു. പഠിക്കാൻ നല്ല പണിയുണ്ട്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ട് നമുക്ക്. ഞാനിപ്പോൾ 3 വർഷമായിട്ട് കളിക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞ വർഷവും ഈ വർഷം സ്റ്റേറ്റ് ആണ്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ജില്ലയെ പൊട്ടിയ 6ാം സ്ഥാനമായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ജില്ലയെ ഫസ്റ്റ് അടിച്ച് സ്റ്റേറ്റിലേക്ക് പോകാൻ പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ ഏറെ ചർച്ചയായതാണ് റബീൻ മാഷ് വേദിയിലെത്തിച്ച ചിറക്കര സ്കൂളിന്റെ കണ്ണുകെട്ടി കോൽക്കളി. വേദിയിൽ ചുവടുറപ്പിച്ച് അവർ വിളിച്ചു പറഞ്ഞ പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം. കഴിഞ്ഞ വർഷം ഫലസ്തീനു വേണ്ടിയിട്ട് കണ്ണുകെട്ടി കോൽക്കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും നല്ല രീതിയിൽ ഏറ്റെടുക്കുകയും സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അയ്യോ, അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും റബീൻ മാഷിന്റെ പിള്ളേരൊക്കെ കലോത്സവത്തിന് തകർക്കാൻ റെഡിയാണ്. അപ്പൊ എല്ലാരും സെറ്റല്ലേ? നമുക്കിവരെ ഇനി കലോത്സവ വേദിയിൽ വെച്ച് തന്നെ കാണാം. മനേഷ് പെരുവണ്ണയ്ക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.